ഫ്രണ്ട്സ്, ബട്ടർഫ്ലൈ വ്ലോഗ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് നമ്മളൊരു A4 ഷീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുടെ A4 ഷീറ്റ് ഇതാ കോൺ രൂപത്തിൽ മടക്കിയെടുക്കണം. നമ്മൾ ശ്രദ്ധിച്ച് കോൺ ഇവിടെ ഈ മൂലയായിട്ട് കൂർത്ത് വരുന്ന രീതിയിൽ മടക്കണം. ഇനി നമുക്കിതാ ഈ ഭാഗം പശ വെച്ചൊട്ടിക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് മാറ്റണം, എന്നാലേ ത്രികോണാകൃതി നമുക്ക് ഈ A4 ഷീറ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അത് മുറിച്ചെടുക്കാം. നമ്മളിത് ഒന്ന് പരത്തി ഏകദേശം ഒന്ന് പരത്തി പിടിച്ചിട്ട് ഒപ്പം വെട്ടി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ കോണാകൃതി A4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ അളവിലാണ് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വട്ടം കാർഡ്ബോർഡ് കൊണ്ട് വട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മളിതാ ഈ A4 ഷീറ്റ് ഇതാക്കിയതിൻ്റെ ഇടയിൽ വായ ഭാഗത്ത് നമുക്കിത് വെച്ചുകൊടുത്തിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഏകദേശം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ക്രിസ്മസ് ട്രീൻ്റെ ഇലകൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിതാ പെൻസിൽ കൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കണം. നല്ല വൃത്തിയിൽ മുറിച്ചെടുക്കണം. നമുക്കിതാ ഈ ഫസ്റ്റ് മുതൽ ഈ തലക്ക് വരെ നമുക്ക് മടക്കി കൊടുക്കാം. നേരെ ഇവിടെ അധികമാവാതെ നമ്മൾ നേരെ മടക്കി കൊടുക്കണം. ഒപ്പായിട്ട് മടക്കി കൊടുക്കണം. ഈ ഭാഗം ഇങ്ങോട്ടും കൂടെ മടക്കി കൊടുക്കാം. കറക്റ്റാക്കി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടിയെടുക്കണം. ഈ ഭാഗം കുറച്ച് ഇടവിട്ട് വേണം വെട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് മുറിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നോർത്തി വെക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനത്തെ കുറച്ചിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ടുള്ള ഇലകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് പശ തേച്ചിട്ട് ഈ ഇലകൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നേരെ പിടിച്ച് നേരെ ഒന്ന് പശ നേരെ ലെവലിൽ ഒട്ടിക്കണം. അതുകൊണ്ട് പശ തേക്കുന്നത് നേരെ ആക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ക്രിസ്മസ് ട്രീൻ്റെ ഇലകളൊക്കെ അത്യാവശ്യം വൃത്തിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മരത്തിൻ്റെ തടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 സെൻറ്റിമീറ്റർ അളവിലും ഇവിടെ 6.5 സെൻറ്റിമീറ്റർ അളവിലൊരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഡ്ബോർഡ് കൊണ്ട് വെട്ടിയതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ചുരുട്ടണം. അപ്പോൾ നമുക്ക് ചുരുട്ടി കൊടുക്കാം. നമുക്കിതാ പശ ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഈ വട്ടത്തിൻ്റെ നടുവിലായിട്ട് ഇതാ ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതാ ഈ ഭാഗം നമ്മൾ ഇവിടെ വായ് ഭാഗത്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പശയാക്കിയിട്ട് വുഡ് ഫില്ലറാണ് എടുത്തിട്ടുള്ളത്. കുത്തനെ പിടിക്കണം. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫെവിക്കോൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ കുറച്ചൊക്കെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കൊണ്ട് അരച്ച് കൊടുത്താൽ ഒരു മഞ്ഞിൻ്റെ ഒരു ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പശ ഈ ഇലയിൽ കൂടെ കുറച്ച് ദിവസം ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റാർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുറച്ചിവിടെ ഗിൽറ്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഇതിൽ മുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഗ്ലിറ്ററിൽ നമ്മൾ മുക്കിയെടുത്ത സ്റ്റാർസിനെ കിട്ടും. ഫ്രണ്ട്സ് നമ്മളിതാ സ്റ്റാർസ് എല്ലാം ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചന്തമുള്ള സ്റ്റാർസും മുത്തൊക്കെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ വീട്ടിലുണ്ടാക്കി നോക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. അവരേക്കും ടാറ്റാ.